അല്ല, പ്രതിപക്ഷം ഇന്ന് പോലീസുകാരെ തല്ലുന്ന കണ്ടു. നമ്മൾ ചാനലുകൾ നോക്കിയാൽ വിമോചന സമരകാലത്ത് എന്താണോ സർക്കാരിനെതിരായി കടന്നാക്രമണം നടത്തിയത്, ആ നിലയിൽ കേരളത്തിലെ പോലീസിനെതിരായി മന്ത്രിമാർക്കെതിരായി കടന്നാക്രമണം നടത്തുകയാണ്. വീണ ജോർജ് അവിടെ കൊട്ടാരക്കര ആശുപത്രിയിൽ രക്തസമ്മർദ്ദം ഉയർന്ന് ഒരു ചികിത്സ തേടിയപ്പോൾ അവിടെ എത്തിയ ബാലഗോപാലിനോട് ഒരു വിമോചന സമരകാലത്ത് മന്ത്രിമാർക്കെതിരെ കുറുവടിയുമായി വന്ന കുറുവാപ്പടയുടെ നിലവാരത്തിലാണ് കോൺഗ്രസ് പെരുമാറിയത്. ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ വിദഗ്ധരുണ്ട്, ഹൃദയ ശസ്ത്രക്രിയ, ഡോക്ടർ ജയകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഒരു ചാനലിൽ പറഞ്ഞത്, അവൻ കോട്ടയം ജില്ലാ കളക്ടറെ അദ്ദേഹം എന്ത് വിളിച്ചു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. ശ്രീ ജയകുമാറിനെ പോലുള്ള പ്രവർത്തകർ എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്യുന്നത്? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നൊരു ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടോ? മുമ്പ് എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടക്കാതിരുന്നത്? അന്നും ശ്രീ ജയകുമാർ അവിടെയുണ്ട്, അതുപോലുള്ള ടീമുകളുണ്ട്, ഇന്നും ഈ ടീം അവിടെയുണ്ട്. പക്ഷെ ഇന്ന് അവിടെ ഹൃദയ ശസ്ത്രക്രിയയുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമല്ല, അവിടെ നിലവിലുള്ള ഹൃദയ ശസ്ത്രക്രിയ ബ്ലോക്കിൻ്റെ ആധിക്യം അല്ലെങ്കിൽ രോഗികളുടെ ആധിക്യം വന്നപ്പോൾ പുതിയൊരു ബ്ലോക്ക് പണിയാൻ സർക്കാർ പണം അനുവദിച്ച് പണിയാൻ തുടങ്ങിയിരിക്കുന്നു. 1-2 പിണറായി സർക്കാരുകൾ 800 കോടി രൂപയാണ് അവിടേക്ക് പമ്പ്